ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ അറിവിലേക്ക് വേറൊരു കാര്യം കൂടി പറയാം. തൊട്ടിപ്പുറത്ത് പാലസ് ആ ഇതുണ്ടല്ലോ, ബാർ ഹോട്ടൽ. ആ ബാർ ഹോട്ടലിന്റെ സെപ്റ്റി ടാങ്ക് അത് അവര് ചെയ്തതല്ല, അതിന് മുമ്പ് വരുന്ന ആ ബിൽഡിംഗ് ഓണർ ആരാന്നറിയില്ല, അവര് സെപ്റ്റി ടാങ്ക് റോഡിലേക്കായിരുന്നു. പരാതി കിട്ടി, അത് പരിശോധിച്ചു, അത് നമ്മൾ ആ ടാങ്ക് അവിടെ നിന്ന് പൊളിപ്പിച്ചു മാറ്റിച്ചു. അതിലുള്ള അല്ലേ നമ്മളത് അതിന് കൃത്യമായി ചെയ്തിട്ടാണ് ആ ഭാഗം ക്ലിയർ ചെയ്തത്. നമ്മുടെ അത് ആ ടാങ്കിലെ മാലിന്യം മാറ്റിച്ചിട്ട് മണ്ണ് പിടിച്ചിട്ടുണ്ട്. അതിന് ഇനി അത് ഉണ്ടാവില്ല, ടാങ്ക് ഉണ്ടാവില്ല. അത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിന്റെ കാര്യം കൂടി ഒന്ന് പൂർത്തിയാക്കി പറഞ്ഞു. സ്റ്റോക്ക് മെമ്മോ ആര് ഏത് പണിയും സംശയമുള്ളത് നമ്മൾ സംശയം തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോക്ക് മെമ്മോ കൊടുക്കണം. അത് കഴിഞ്ഞാൽ അത് അവരുടെ നിയമവിധേയമാണെന്ന് കണ്ടാൽ നിയമത്തിന്റെ ഉള്ളിലാണെങ്കിൽ അത് നമ്മൾ ക്രമവൽക്കരിച്ച് കൊടുക്കുന്നു. ഇതും അവര് പറയുന്ന അല്ലെങ്കിൽ അത് പൊളിക്കണം. അതാണ് പിന്നെന്താ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഒരു ഞായറാഴ്ച ദിവസം നോക്കിയിട്ടാ ചെയ്തത്. അത് അന്ന് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെ അവധി ദിവസമായിരുന്നത് പോലും സ്റ്റോക്ക് മെമ്മോ കൊടുത്ത് നിർത്തി വെപ്പിച്ചു. ഇപ്പൊ പ്രൊഫഷണലായിട്ട് നോട്ടീസും കൊടുത്തിട്ടുണ്ട് അത് പൊളിച്ചു മാറ്റാനായിട്ട്. അത് അന്തിമമാക്കി നോട്ടീസ് ഉത്തരവ് കൊടുത്തിട്ടില്ല. നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടാവും. തമാശകളിൽ ഇവിടെ നടക്കില്ല. ചെയർമാൻ അടക്കമുള്ള ഇവിടുത്തെ കോൺഗ്രസിന്റെ പല ആൾക്കാർക്കും പല രഹസ്യ ബന്ധങ്ങളും ഉണ്ടാവും വ്യാപാരപരമായിട്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. തീർച്ചയായിട്ടും അവിടെ ഇട്ടേക്കണ ആ വർക്ക് നിർത്തി വെച്ച് അവിടെ നിന്ന് കല്ലെടുപ്പിച്ചിട്ട് പോവാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ന് ഇവിടെ വന്നേക്കുന്ന പ്രവർത്തകർ ഈ മുറിയിൽ പോകില്ല, സാറും പോകില്ല. ഞാൻ കണിച്ചം പറയാണ്, അതിന്റെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നേക്കണേ. സാറ് പോലെ ഒരു ഇടയിൽ നിൽക്കണ ആ പ്രശ്നബാധിത പ്രദേശമല്ലോ, ആ വഴി മുഴുവൻ പ്രശ്നബാധിതമാണ്. അവിടെ വെച്ചാൽ ട്രാൻസ്ഫോമറോ അത് സേഫ് സോണിലിരിക്കണേ. ആ ട്രാൻസ്ഫോമർ അതിന് മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുത്തിട്ടുണ്ടോ ആ റോഡ് സൈഡിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോമർ വയ്ക്കാനായിട്ട്? അപ്പൊ ഞങ്ങളൊരു പരാതി പറഞ്ഞ റോഡിനോട് തർക്കം ഉന്നയിച്ചു. ആ തർക്കം ഉന്നയിക്കുമ്പോൾ ആ തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ചർച്ച ചെയ്യാൻ നിർത്തിവെക്കാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പണി നിർത്തിക്കാൻ സിൻഡോട് ചോദിച്ചു. സിൻഡോട് ഞാൻ ചോദിക്കുന്നത് ഈ അതിർത്തി തർക്കവും റോഡിന്റെ ഇപ്പോഴത്തെ രണ്ട് കാര്യമാണ്. റോഡ് പണി നിർത്തിവെക്കാൻ പറഞ്ഞ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. റോഡ് പണി നിർത്തിവെക്കുന്നത് ഒരു പ്രശ്നം നിൽക്കുന്ന സ്ഥലമല്ലേ, അത് ചർച്ച ചെയ്ത് അതായത് സിൻഡോ ചെയർമാനോട് ചോദിച്ചു. സിൻഡോട് ഞങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാൻ ഞങ്ങളോട് പറയണമെന്നുള്ള അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത് കഴിഞ്ഞ് അതിനുശേഷം സിൻഡോ ചെയർമാൻ വിളിച്ചോണ്ട് ഞങ്ങളോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് സിൻഡോ പണി തുടങ്ങിയെന്ന് സിൻഡോ പറയുന്നത്. നിങ്ങൾ ആരൊക്കെ ഇതിൻ്റെ അകത്ത് പുറകിൽ കളിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. ചെയർമാൻ ഇന്നലെ വിളിച്ചു, ഞാൻ കർശനമായിട്ട് പറഞ്ഞു. ചെയർമാൻ ഇന്നലെ വിളിച്ചു. ഇതിക്കും ഒരു ദിവസം ഞാൻ സന്ദീപം കയറിപ്പോൾ പറഞ്ഞു പണി നിർത്തിക്കില്ല എന്ന് പറഞ്ഞു. ചെയർമാൻ പണി നടക്കട്ടെ, തീർന്നിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അല്ല, ചെയർമാനല്ല പണി നിർത്തി വെപ്പിക്കേണ്ടത്. പിന്നെ ആരാണ് അത്? ഇവിടുത്തെ പണി നിർത്തിവെപ്പിക്കേണ്ടത് എഗ്രിമെന്റ് വെച്ചിട്ടില്ല. കരാറുകാരനും ഇവിടുത്തെ അതോറിറ്റി മുനിസിപ്പൽ എഞ്ചിനീയറുമായിട്ടാണ് കരാർ വെച്ചിട്ടുള്ളത്. ആ എഞ്ചിനീയറാണ് പറഞ്ഞ് പണി നിർത്തി. ഇതുവരെ ആരും അറിഞ്ഞില്ല. ചെയർമാനല്ല. ചെയർമാൻ വേണ്ട. ചെയർമാൻ പിന്നെ എന്തിനാ എവിടെയകത്ത് ചെയർമാൻ പണി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഞാൻ ചെയർമാൻ വിട്ടേ. ചെയർമാനെ നിർത്തി വയ്ക്കാൻ ഇതുവരെ ഒരു പരാതിയും ആ നിലയിൽ ഇതുവരെ സെക്രട്ടറി ബാക്കി റോഡ് പണി നിർത്തിക്കാൻ പറഞ്ഞില്ല. ബാക്കി ഇതിനകത്ത് അനധികൃതം ഉണ്ടെന്നും പ്രശ്നം ഉണ്ടെന്നുള്ള അത് വിഷയമാണെങ്കിൽ റോഡിന്റെ വീതി സംബന്ധിച്ച് അതിർത്തി സംബന്ധിച്ചുള്ള തർക്കം വേറെ വിഷയമാണ്. അതിന് നമ്മുടെ നിർത്തിവെക്കുന്ന കാര്യം ഇതുവരെ ഇപ്പൊ നിങ്ങൾ നേരിട്ട് പറയുന്നു. ഈ വിഷയം നേരിട്ട് വാക്കാൽ പറഞ്ഞു. അല്ല, ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സെക്രട്ടറി അറിഞ്ഞോളൂ എന്ന് പറയുന്നത്. അറിഞ്ഞോളൂ എന്നല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമുക്കിപ്പോ ഇവിടെ പലതരത്തിലെ ആളുകൾ നമ്മളോട് ഫോണിലൂടെയൊക്കെ നേരിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതുവരെ പണി നിർത്തിവെക്കുന്ന കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് എന്നുള്ള സ്ഥലത്ത് ഇതേപോലെ 90% വർക്ക് തീർക്കാൻ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? പ്രശ്നം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ റോഡുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേറെ വിഷയമാണ്. അത് ഈ റോഡ് പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമാണെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അത് നമ്മൾ പരിഗണിക്കും. വിഷയത്തിനുപരി ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് സാറിന് നേരിട്ടാണ് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പോയിട്ടുള്ളതാണ്, ഞാൻ ഇടപെട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, അതിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിർത്തി സംബന്ധിച്ചുള്ള കാര്യത്തിൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ അന്തിമമായി നഗരസഭ നേരിട്ട് അത് പൊളിക്കണമെങ്കിലൊക്കെ
അതിന്റെ നടപടിക്രമങ്ങൾ കുറെ പൂർത്തിയാക്കാനുണ്ട്. കാരണം അതിന് സർവേ നടത്തി അതിന്റെ അതിർത്തി കൃത്യമായി നിശ്ചയിക്കണം. നമുക്ക് നഗരസഭ തർക്കം നിൽക്കുകയല്ലേ ഇത്രയും പ്രവർത്തനം വർക്ക് ചെയ്യണതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് വേണം, പക്ഷെ പ്രശ്നം നിലനിൽക്കാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ഒരു പരിഹാരത്തിനുള്ള ശ്രമം പോലും നടത്താത്ത ഈ ചെയർമാന്റെ ഈ നടപടിയോട് നമുക്ക് യോജിപ്പില്ല. അത് ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ ദാർഷ്ട്യമൊക്കെ ഉണ്ടാവും. അവർ വിചാരിച്ച കുറച്ച് പേര് വിചാരിച്ച ഇവിടുത്തെ കുറെ മുതലാളിമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങോട്ട് അങ്കമാലിയെ സംബന്ധിച്ചാൽ അങ്ങ് നടത്തിക്കൊണ്ട് പോകാനാണ് ചെയർമാന്റെ ദാർഷ്ട്യം. ആ തർക്കത്തിലുള്ള നിലവിലുള്ള റോഡിന് തർക്കമുള്ള പണി നിർത്തി വെക്കണം. ആ നിർത്തി വെച്ചിട്ട് ആ റോഡിന്റെ എല്ലാ തർക്കവും പരിഹരിച്ചതിന് ശേഷം അവരെ വിളിച്ച് നിർത്തി വെക്കണം. എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ ഞങ്ങൾ ആദ്യമേ ഞാൻ വന്ന് പറയും ഒരു സെക്കൻഡോ പെട്ടെന്ന് പറഞ്ഞു നിർത്തി പോകണം. നല്ല രീതിയിലോ പലതരത്തിലുള്ള ആളുകളെ ഞാനത് കേൾക്കാൻ അറിയാം. ഇതുപോലെ ഞങ്ങൾക്ക് വരാൻ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഞങ്ങളെ നിറനിലയ്ക്ക് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം അത്രയും ഇതായിട്ടുള്ള വ്യാപാര വ്യവസായത്തോട് നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. അതപ്പോൾ അവർക്ക് ചിലർക്ക് രാഷ്ട്രീയ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ഒഴിവാക്കി. MLA എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി. ഇത് കഴിഞ്ഞ് വൈകുന്നേരം പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി. അവരും ഒരു തീരുമാനമായി. MLA തീരുമാനിച്ചില്ല നടക്കണ്ടേ? അങ്ങനെയാണ് ഞാൻ മര്യാദ. ഇത്രയും ദിവസം നമ്മൾ പരാതി ഇവിടെ രേഖാമൂലം തന്നിട്ടും ഒരു രാഷ്ട്രീയ മര്യാദ ഇവർക്ക് ആർക്കും വേണ്ടി സംസാരിക്കാം. അതിന് പകരം ഇവിടുത്തെ MLA കാര്യവും അല്ലെങ്കിൽ ഇവിടുത്തെ MP കാര്യവും നമ്മളോട് പറയണ്ട. കാരണം അവരുടെയൊക്കെ സ്വഭാവമൊക്കെ വളരെ വ്യക്തത നമുക്കറിയാം. ഇവിടുത്തെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ നമ്പർ പണി ചെയ്യണ ആ പരിപാടി നമുക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ ഇപ്പൊ ആ പണി നിർത്തണം. പരാതിയൊക്കെ തരും, പക്ഷെ സാറ് ഇപ്പോൾ വിളിച്ച് ഇവിടുന്ന് പറയാൻ തയ്യാറാണ്. ആ പണി നിർത്തി വയ്ക്കാൻ പറയണം. അതല്ലാതെ ഞങ്ങളെ കൊണ്ട് ഫിസിക്കലി എന്തെങ്കിലും ചെയ്യിക്കേണ്ട ഒരു ആവശ്യമാണ് സാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ റോഡ് നമുക്ക് കാര്യമാക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചുമതലപ്പെട്ട ആളെന്നുള്ള രീതിയിൽ പറയണേ. അവിടെ ഒരൊറ്റ കല്ലില്ലാത്ത രീതിയിൽ ഞങ്ങൾ പണി കൊടുക്കും. ഇതിനു വേണ്ടി കേസൊന്നും ഏതായാലും കൊലക്കുറ്റൊന്നും ചെയ്യാൻ പോകില്ല. കാരണം നാട്ടുകാർക്ക് വേണ്ടി ഈ പണി ചെയ്യാൻ പോണത്. അതിന്റെ പേരിൽ 10-60 ദിവസം കിടന്നത് ഒന്നുമില്ല ഇതിൽ കിടക്കുന്നില്ല. അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാണ്ടിരിക്കുന്ന സാറിപ്പോ തന്നെ വിളിച്ച് സാർ ആ പണി നിർത്തി വയ്ക്കാൻ പറയണം. ഇവിടെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് ആ പണി അങ്ങനെ നടത്തി ഇവിടുത്തെ വ്യാപാരികൾക്ക് അങ്ങനെ കുട പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം അങ്കമാലി മുനിസിപ്പാലിറ്റിക്കും ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്കും അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മള് ആ തരത്തിലൊന്നും നിങ്ങൾ സംശയിക്കുന്നു വേണ്ട. നമ്മൾ അത്തരം ആ എക്സി എന്ന് വിളിക്കുക, എക്സി ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടും അങ്ങനത്തെ ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന MLA ആയാലും MP ആയാലും മുനിസിപ്പൽ ചെയർമാൻ ആയാലും അവരുടെ അതുകൾക്കൊന്നും എൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവരൊക്കെ അവരെ പദവികളിൽ ഇരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ നിയമപരമായും ന്യായമായും കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വരും. ആ ഒരു ചുമതല ഉള്ളത് കൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തർക്കമുള്ള സ്ഥലം ചെയ്തു. പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. ഈ MLA ഉൾപ്പെടെ തിരിഞ്ഞു നോക്കലുണ്ടാവൂല. ഞങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യമില്ല. അത് വേറൊരു വിഷയമാണ്. ഞാൻ ആവർത്തിച്ച് പറയാണ്. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണെങ്കിൽ പരാതി പറഞ്ഞാൽ നിങ്ങൾ ഇത് സമ്മതിക്കോ? നിങ്ങളപ്പോ അത് സ്റ്റേ ചെയ്യിക്കില്ലേ? ഒരു പേപ്പർ ഒരു നൂലയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് വേണ്ടി അവരെന്തോ നിർദ്ദേശിക്കുന്നു അത് നിങ്ങൾ ചെയ്യാം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാൻ സാറ് ഒരു കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ശരിയാണ്, ആ റോഡ് ഇവിടെ വീതി വേണമെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പൊ ആ ഒരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് തർക്കമുള്ള ഒരു വഴി അത് വീതി കൂട്ടാൻ വേണ്ടി തർക്കം വന്നത് ഇവിടെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുള്ളൂ. ആ സംഭവം ഇപ്പൊ ചെയ്ത പോലെ നിങ്ങൾ തീർന്നു പോയി പിന്നെ അവിടെ ഒരിക്കലും ആ സ്ഥലത്തിന് ആ വഴിക്ക് ആ വീതി ഉണ്ടാവില്ല. സ്റ്റോപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണി നിർത്തി, അവരുടെ പണി നിർത്തി വെക്കാൻ അവധി ദിവസമല്ലേ ചെയ്തത്? അവധി ദിവസം ഒരു സെക്രട്ടറിയുടെ സൺഡേ കൂടി ചേർന്നിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് അവഗണിച്ച് തന്നെയാണ് പണി തീർക്കുക ചെയ്തത്. നമ്മൾ അളവ് നോക്കിയപ്പോൾ ടോപ്പ് നമ്മുടെ റോഡിലേക്ക് കയറിയിട്ടില്ല, പക്ഷെ ഫൗണ്ടേഷനിൽ ഒരു 5 സെന്റിമീറ്റർ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചേക്കണ അവിടെ വരെ ബിൽഡിംഗിന്റെ ഫൗണ്ടേഷന്റെ ഇപ്പൊ അത് PO നോട്ടീസ് കൊടുത്തു. സിഒനെ നമ്മളൊരു സ്ലാബിന്റെ ഭാവിയിൽ വല്ല നിർമ്മാണമാണ്. ഇപ്പൊ നിലവിലുള്ള നിർമ്മാണത്തില് മാഡത്തിന് തന്നെ അറിയാം 5 സെന്റിമീറ്റർ ഫുള്ള് തീർക്കും. നമ്മുടെ ഒരു നിലവിലൊരു പരാതി ഫുള്ള് തീർക്കും, പക്ഷെ ഈ അനധികൃതം മാറ്റിയിട്ട് തീർക്കുള്ളൂ. അതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞതല്ലേ. ഇവിടുത്തെ ചെയർമാനും ഇവിടുത്തെ ബാക്കി രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള സംവിധാനങ്ങൾക്കറിയാൻ പാടാത്ത കാര്യങ്ങൾ ഇപ്പൊ നടന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത്ര അടിയന്തരമായിട്ട് ഇവിടെ വല്ല നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്താ ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഞങ്ങളുടെ PO
ഓഫീസ് കഴിഞ്ഞ് സിഒ നോട്ടീസ് കൊടുക്കാൻ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങള്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പണിതാൽ മതിയല്ലോ. അത് ചെയ്തുള്ളൂ. ഇപ്പൊ റോഡിന്റെ 90% വർക്ക് തീർന്നിരിക്കണോ? ഞാൻ ചോദിച്ചോട്ടെ. തീർന്നെന്ന് വെച്ച് പറയാൻ പറ്റില്ല, കാരണം ഇപ്പഴത്തേക്ക് വേണ്ട, 90 വേണ്ട, 70. അല്ല, വയലേഷൻ ഉള്ള ഭാഗം വരെ ചെയ്തത്. അങ്ങനെ ഒരു തീരുമാനമില്ലല്ലോ. നമ്മൾ ഒരു കാര്യം വയലേഷൻ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കണോ, അത് കഴിഞ്ഞിട്ടാ ബാക്കി ചെയ്യുള്ളൂ. ഞാൻ ചോദിക്കട്ടെ മാഡം, ഒരു പേപ്പറിലാണ് കോപ്പി അടിച്ചോളൂ പറഞ്ഞാൽ ആ പേപ്പറിൽ ബാക്കി അത്ര ബാക്കിയുള്ള മാർക്ക് ഇട്ട് വയ്ക്കോ? ഇല്ലല്ലോ. അതുവരെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പരാതിക്കാരി തന്നെ തീരുമാനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഞാനൊരു കാര്യം- പക്ഷേ ബാക്കിയുള്ള ഭാഗം എങ്കിലും ചേർത്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രഷർ വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞങ്ങളൊരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പരാതി നിലനിൽക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള പണികൾ തീർത്തു വയ്ക്കാം. ആവശ്യമുള്ളതല്ലോ. അപ്പം ആ റോഡ് നിങ്ങൾക്ക് അറിയണത് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഇതൊക്കെ കാണിച്ച് ഞങ്ങൾ ഇതാക്കല്ലേ. ഇതല്ല പറയട്ടെ, എന്ത് പറഞ്ഞു? ഇന്നലെ പണിയാണെന്നാണ് ഞാനിന്ന് വന്നത്. അത് തർക്കമില്ലാത്തവശം ചെയ്യണേ. താക്കോലദോഷം എന്നല്ല, ആ റോഡിന് തർക്കമുണ്ട്. ആ റോഡിന് വർക്കില് പ്രശ്നമുണ്ട്. ഞങ്ങൾ നിർത്തി വെക്കണം വർക്ക്. ഭാഗം ചെയ്യാതിരുന്നാ പോരെ. അത് വേണ്ട. അതുപോലെ പരിഹരിച്ചിട്ട് ചെയ്യും ഞങ്ങള്. തർക്കം പരിഹരിച്ചിട്ട് ചെയ്യാം, അല്ലാതെ ബാക്കിയുള്ള ഭാഗം പരിഹരിച്ചിട്ട് ചെയ്യും. അല്ല, ഇത് അല്ലാതെ ഞങ്ങൾ ചെയ്യും. എന്തിനാ ഇപ്പൊ ഈ 70% വർക്ക് തീർക്കാൻ എന്താ കാര്യം? അത് നമ്മൾ വർക്ക് തുടങ്ങിയ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. സിൻഡോനോട് പറഞ്ഞിട്ടായിരുന്നു, കോൺട്രാക്ട് എടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടായിരുന്നു വർക്ക് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞിട്ട് വേണം. അതായത് വേറെ ഒന്നുമില്ല, ഈ പ്രശ്നമുള്ളത് നിലവിലെ ജനങ്ങൾക്ക് അങ്കമാലി ഇത്രയും ഗതാഗതക്കുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു വഴി ഇങ്ങനെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി അടച്ചു കെട്ടി ഇതുപോലെ കുപ്പിക്കഴുത്താക്കി വിടുന്നതിൽ പകരം നല്ല രീതിയിൽ ഈ പറഞ്ഞ നഗരസഭയായാലും വ്യാപാരമാണ് ജനങ്ങളെ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ജനങ്ങളുടെ അങ്കമാലിക്കാരുടെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇത് ചെയ്യരുത് എന്ന് ഇവരോട് പറഞ്ഞ് നമ്മൾ രേഖാമൂലം പരാതി നൽകും. ഇതുവരെ ഒരു വിളിച്ച് സംസാരിക്കാൻ ഇവർ തയ്യാറായില്ല. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ളത്. നമ്മളതിനെ തടസ്സപ്പെടുത്താനോ ജനങ്ങളുടെ ഒരു സൗകര്യത്തെ നമ്മൾ വേണ്ടെന്ന് നോക്കിയാൽ നമ്മൾ തയ്യാറില്ല. ഒരിക്കലും സെക്രട്ടറിയുടെ മുമ്പിലോ വൈസിയുടെ മുമ്പിലോ ഞങ്ങൾ ഈ രീതിയിൽ വരാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഇത് മിനിയാന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ റോഡ് പണി നടക്കുന്നത്. ചോദിച്ചപ്പോൾ സിൻഡ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർമാൻ പറഞ്ഞു രഘുവിന് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. രഘു സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറയാണ്. ഇന്നലെ രാവിലെ ചെയർമാൻ വിളിച്ചു, പണി നടക്കട്ടെ ഇത് കഴിഞ്ഞു. പക്ഷെ ഇനി ഈ പണി നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുത്തിട്ട് പോകും. അത് ഉറപ്പിച്ചിട്ടാണ് വന്നേക്കണത്. ഈ ഇപ്പൊ ചെയർമാനും അല്ലെങ്കിൽ ഇവിടുത്തെ MLA-ക്കൊക്കെ 100% ഇവിടുത്തെ ബാക്കിയുള്ള കച്ചവടക്കാരെ ഉപയോഗിക്കേണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കച്ചവട സാധനങ്ങൾ മേടിക്കാനാണ് അവർ കട ഉപയോഗിക്കണേ, അല്ലാണ്ട് അവരുടെ പോക്കറ്റ് കൈയിട്ട് അവരുടെ സാധനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരുത്തരും ഞങ്ങളുടെ മേത്ത് കയറി പിടിക്കില്ല. എന്ത് ചേട്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി വെക്കണേ. ഇവരുടെ പോലെ മറ്റേ വിടുതല ചെയ്യണ പരിപാടി നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ആ പണി നിർത്തി വയ്പ്പിക്കണം. അത് കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഇനി അവിടെ ഒരു കല്ലെടുത്ത് പണി ചെയ്താൽ വ്യാപാര ഭവനുണ്ട്. വ്യാപാര ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമുള്ള. അപ്പോൾ അവർ ചെയ്യണം. അപ്പോൾ അവരത് ചെയ്യാതെ കണ്ട് അവരുടെ സാധനത്തിന് അവർക്ക് തോന്നിയോണം ഏത് മുനിസിപ്പാലിറ്റിയുടെ എന്താ പറയുക നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പെർമിറ്റ് വെച്ചുകൊണ്ട് അവർക്ക് തോന്നിയ രീതിയിൽ പണിത് അതിൻ്റെ മുകളിലെല്ലാം ചെയ്തുകൊണ്ട് എല്ലാത്തിനും നമ്പർ ഇടിയിച്ച് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യണു. എന്നിട്ട് ഒരു പൊതുജനത്തിന് ആവശ്യമുള്ള ഒരു വഴിയുടെ ഒരു സൈഡ് ഇത്തിരി വീതി കൂട്ടാൻ വേണ്ട ഒരു നടപടിക്ക് അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു തയ്യാറുള്ള. അതുകൂടാതെ കൊണ്ട് അവർ 5 സെൻറ്റിമീറ്റർ കയറ്റി ഈ റോഡിലേക്ക് അവർ കയറ്റി പണിതേക്കണം. അപ്പോൾ നമ്മളെല്ലാവരും വെല്ലുവിളിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു വാല്യൂ ഇല്ലാണ്ട്